നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. UAE-യിൽ ഒരു ജോലിക്കായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ 2026-ൽ നിങ്ങൾ ജോലി അന്വേഷിക്കേണ്ടത് നിർമ്മാണം, സാങ്കേതികവിദ്യ, ഊർജ്ജ മേഖലകൾ എന്നിവയിലാണെന്നാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സമീപ കാലയളവിൽ ഈ മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഇനി ഉണ്ടാകാൻ പോകുന്നത്. വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, ഡിജിറ്റൽ പരിവർത്തനം, ക്ലീൻ എനർജി നിക്ഷേപങ്ങൾ എന്നിവയാണ് ഈ മേഖലകളിലെ റിക്രൂട്ട്മെന്റ് ശക്തമാക്കുന്നത്. നിർമ്മാണം, സാങ്കേതികവിദ്യ, ഊർജ്ജ മേഖലകൾ എന്നിവ 2026-ൽ ഈ മേഖലകളിൽ നിയമനത്തിൽ മുന്നിലുണ്ടാകും. വലിയ ഇൻഫ്രാസ്ട്രക്ചർ, സസ്റ്റൈനബിലിറ്റി പദ്ധതികൾ, പുനർനവീകരണ ഊർജ്ജ നിക്ഷേപങ്ങൾ, ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ വേഗത, ഈ രംഗത്തെല്ലാം വിദഗ്ധ പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. സങ്കീർണമായ പദ്ധതികൾ കൈകാര്യം ചെയ്യാനും ഡിജിറ്റൽ ഡെലിവറി വേഗത്തിലാക്കാനുമുള്ള വിദഗ്ധർക്കായിരിക്കും ഡിമാൻഡ്. ഡാറ്റാ സെന്റർ മാനേജർമാർ, പ്രോജക്റ്റ് മാനേജർമാർ, സിവിൽ എഞ്ചിനീയർമാർ എന്നിവർക്കെല്ലാം മുന്നിൽ നിരവധി അവസരങ്ങൾ തുറന്നുകിടക്കും. പ്രത്യേകിച്ച് ടെക്നിക്കലും ലീഡർഷിപ്പും ഡിജിറ്റൽ ഫ്ലുവൻസിയുമുള്ള ആളുകൾക്കായിരിക്കും ഡിമാൻഡ് കൂടുതലുണ്ടായിരിക്കുക. പ്രൊഫൈൽ റെക്കമെൻഡേഷൻ, പ്രാഥമിക സ്ക്രീനിംഗ് മുതൽ പ്രാഥമിക ഇന്റർവ്യൂകൾ വരെ AI നടത്തുന്നതിനാൽ പ്രക്രിയ വേഗത്തിലാകുകയും പെർഫോമൻസ് പ്രതീക്ഷകൾ ഉയർത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ എൻട്രി ലെവൽ ജനറലിസ്റ്റ് റോളുകൾ കുറയുന്നു. കോൾ സെന്റർ ഏജന്റുമാർ, ചില കസ്റ്റമർ സർവീസ് ഫംഗ്ഷനുകൾ, അനലിസ്റ്റ് റോളുകൾ എന്നിവ AI പവേർഡ് ഇന്റർഫേസുകൾ ഏറ്റെടുക്കുന്നതോടെ ഈ രംഗത്ത് വലിയ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകും. UAE വിപണി ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് വാല്യൂ ആഡഡ് സ്കിൽ സൈറ്റുകളെയാണ് ആവശ്യപ്പെടുന്നത്. UAE-യുടെ വൈവിധ്യമാർന്ന സമ്പദ്വ്യവസ്ഥ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്ന തുറന്ന ഇമിഗ്രേഷൻ നയങ്ങൾ മത്സരം ഉയർത്തുന്നു എന്നാണ് നിഖിൽ നന്ദ പറയുന്നത്. AI രംഗത്തും മികവ് തെളിയിക്കുന്നവർക്ക് മുന്നിൽ അവസരങ്ങൾ തുറന്നുകിടക്കും. അതായത് ഉദാഹരണമായി പറഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ് മനസ്സിലാക്കുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, AI ഉപയോഗിച്ച് ടാലന്റ് മാപ്പിംഗ് നടത്തുന്ന HR പ്രൊഫഷണൽ എന്നിവർക്കായിരിക്കും ഡിമാൻഡ്. UAE GCC മാർക്കറ്റിലെ അനുഭവം വ്യത്യാസം സൃഷ്ടിക്കുന്നുണ്ട്. സാംസ്കാരിക, ബിസിനസ് നിയമങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ നേട്ടമായിരിക്കും. ആഗോള അനുഭവം ഇപ്പോഴും പ്രധാനമാണെങ്കിലും GCC മേഖലയിലെ പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാകും. ജീനി റിക്രൂട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്കി വിൽസണാണ് ഇത് പറഞ്ഞത്. ഇതേസമയം 2026-ൽ ശമ്പളം വൻതോതിൽ കൂടാനൊന്നും സാധ്യതയില്ല. പക്ഷേ AI ഓട്ടോമേഷൻ, ഹൈ പെർഫോമിംഗ് സെയിൽസ് റോളുകളിലുള്ളവർക്ക് ശമ്പളം ഉയരും. ഫാമിലി ബെനിഫിറ്റുകൾ, സ്കൂളിംഗ് അലവൻസുകൾ പോലുള്ള പാക്കേജുകൾ വ്യാപകമാകുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം AI ജനറേറ്റഡ് CV, മെസ്സേജുകൾ എന്നിവ ഒഴിവാക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സന്ദർശക വിസ ദുരുപയോഗം ചെയ്ത് UAE-യിൽ ജോലി ചെയ്യുന്നത് പിഴകൾക്കും കടുത്ത നിയമ നടപടികൾക്കും കാരണമാകുമെന്നതാണ്. ജോലി അന്വേഷിച്ച് UAE-യിൽ എത്തുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള വ്യാജ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. മന്ത്രാലയമാണ് ഇവ നൽകിയിട്ടുള്ളത്. ജോലി തേടുന്നവരെ ലക്ഷ്യമിട്ട് ക്രിമിനൽ സംഘങ്ങൾ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും വിസകളുമെല്ലാം ധാരാളം നൽകുന്നുണ്ട്. നിയമപരമായി ലഭിക്കുന്ന ഏത് ജോബ് ഓഫറും മന്ത്രാലയം വഴിയായിരിക്കണം നൽകേണ്ടതെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗികമായ വർക്ക് എൻട്രി പെർമിറ്റ് ഉണ്ടായിരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിസിറ്റ് ടൂറിസ്റ്റ് വിസകൾ ഒരു കാരണവശാലും ജോലി ചെയ്യാൻ ഉപയോഗിക്കരുത്. വ്യാജ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്. അവ ഇങ്ങനെയാണ്: മന്ത്രാലയം വഴി ലഭിക്കുന്ന ജോബ് ഓഫറിൽ അംഗീകൃത മാനേജറുടെ ഒപ്പുണ്ടെന്ന് ഉറപ്പാക്കുക. ജോബ് ഓഫർ നമ്പർ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എൻക്വയറി വഴി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. തൊഴിൽദാതാവ് നൽകുന്ന ഇലക്ട്രോണിക് വർക്ക് എൻട്രി പെർമിറ്റ് കൈപ്പറ്റുക. റിക്രൂട്ട്മെന്റ് സംബന്ധമായ എല്ലാ ചെലവുകളും വഹിക്കാൻ തൊഴിലുടമയ്ക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥി പണം നൽകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. തൊഴിൽ നൽകുന്ന കമ്പനി നിലവിലുണ്ടോ എന്ന് നാഷണൽ ഇക്കണോമിക് രജിസ്റ്ററിൽ തിരഞ്ഞ് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു മാത്രം UAE-യിൽ ജോലി ഒഴിവുകൾക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ജോലി അവസരം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.